LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. സാഗരേട്ടാ, എന്നൊന്ന് ചേർത്ത് പിടിച്ചേ. നിന്നെ കാത്തു നിൽക്കായിരുന്നു ഞങ്ങളൊക്കെ. കോടതിക്ക് അകത്തുണ്ട് നീ കാണേണ്ടവര്. ഇന്ന് മേഘനെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി അവൻ തന്നെയാ. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിഴുങ്ങാനായിട്ട് നടന്നവനാ. ഇപ്പൊ സ്വത്തുമില്ല, വിവാഹം കഴിച്ച പെണ്ണുമില്ല. എന്താ ജോലി? ഞാൻ കമലേശ്വരൻ ജ്വല്ലറിയുടെ മാനേജറായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വിട്ടു നിൽക്കുക. തനിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി താനവരെ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചിരുന്നുവെന്നും അതിലവർക്കൊരു കുഞ്ഞുണ്ടെന്നും പറയുന്നു. കുഞ്ഞ് അപ്പു എന്ന് വിളിക്കുന്ന റോഹൻ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ആ പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യ. പക്ഷേ ഈ പറയുന്ന കുഞ്ഞ് എന്റേതല്ല. കാരണം ഞങ്ങൾ കുറച്ചുനാൾ പ്രേമിച്ച് നടന്നു എന്നല്ലാതെ അതിനപ്പുറം ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അതായത് അന്യന്റെ കുഞ്ഞിനെയാണ് തന്റെ കുഞ്ഞെന്ന് ആ പെൺകുട്ടി ആരോപിക്കുന്നത്. അതെ സർ. നിലവിൽ മേഘനാഥന് ഭാര്യയുണ്ടോ? എനിക്ക് ഭാര്യയുണ്ട് സർ. നിയമപരമായിട്ട് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അവള് മറ്റൊരാളുടെ ഭാര്യയാണ്. അത് വിചിത്ര സംഭവമാണല്ലോട്. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ എന്റെ ഭാര്യയെ മറ്റൊരാൾ ചതിയിലൂടെ സ്വന്തമാക്കി. അതിന് കാരണമെന്തെങ്കിലും ഉണ്ടോ? എന്നോട് ശത്രുതയുള്ള ചിലര് ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും അതിലെനിക്ക് അപ്പു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടെന്നും എന്റെ ഭാര്യയുടെ മുമ്പിൽ തെളിയിച്ചു കാണിച്ചു. അപ്പോ ഇതിന് തെളിവുണ്ടോ? അതിന് തെളിവുകളൊന്നുമില്ല സർ. എന്റെ കല്യാണശേഷം ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ മുമ്പിലേക്ക് ഭീഷണിയായിട്ട് വന്നു. ഞാനും അവരും തമ്മിലുള്ള ഫോട്ടോസൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത് എന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. അതുകൊണ്ട് അവര് പറഞ്ഞ സമയത്തൊക്കെ അവരെ വീട്ടിലേക്ക് എനിക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. അവര് ചോദിക്കുന്ന പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ 1-2 തവണ അവരുടെ വീട്ടിൽ പോയപ്പോ അത് എന്റെ ഭാര്യയ്ക്ക് ചിലര് ചോർത്തി കൊടുക്കുകയും ഒരു വേള അവളത് കാണുകയും ചെയ്തു. അതോടെ എന്റെ മുറപ്പെണ്ണ കൂടിയായിരുന്ന എന്റെ ഭാര്യ അങ്ങ് ഉറപ്പിച്ചു മാനസയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. അതിനുശേഷം കുടുംബകലഹം ഉണ്ടാവുകയും ആളെന്നെ വിട്ടുപോവുകയാണ് ചെയ്തത്. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് മാനസ എന്ന പെൺകുട്ടിയെ എനിക്കൊന്ന് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. CC 18/2025 കോടനാങ്കുഴി നരേന്ദ്രൻ മകൾ മാനസ നരേന്ദ്രൻ. ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എന്തിനാണ് വിവാഹം കഴിഞ്ഞ ശേഷം മുമ്പ് തന്നെ പ്രണയിച്ചിരുന്ന പയ്യനോട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്തത്? ഇയാള് വിവാഹ വാഗ്ദാനം വല്ലതും നടത്തിയായിരുന്നു? ഇല്ല സർ, എനിക്കറിയായിരുന്നു അയാൾ മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന്. ഓ, അത് ശരി.
അപ്പൊ അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇയാളെ പ്രേമിച്ചത് അല്ലേ? പ്രേമിക്കുന്ന സമയത്ത് അതറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു. ഈ മേഘനാഥൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തനിക്ക് കുട്ടി ജനിച്ചോ? എന്റെ കുഞ്ഞിന് 6 വയസ്സ് പ്രായമുണ്ട് സർ. അത് ശരി. കുഞ്ഞിന് 6 വയസ്സായിട്ടും ഈ പറയുന്ന മേഘൻ കുഞ്ഞിന്റെ അച്ഛനായി വരണമെന്ന് കുട്ടി എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? അത് നടക്കില്ലെന്ന് അറിയായിരുന്നു സർ. പിന്നീട് ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇയാൾ എനിക്ക് പണം തരുന്നുണ്ടായിരുന്നു. ഓഹോ. അതുമാത്രമല്ല, ഇയാളുടെ മുറപ്പെണ്ണിനെ വിവാഹം കഴിച്ച ശേഷം ഇയാളുടെ കുടുംബജീവിതം തകരുമെന്നുള്ള ഭയത്തില് ഇയാള് കുറച്ച് മാന്യമായിട്ടൊക്കെയാ എന്നോട് ഇടപെട്ടത്. അങ്ങനെ ഒരാൾക്ക് 6 വർഷത്തോളം ഭീഷണിയാകാതിരുന്ന നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് അയാളുടെ വിവാഹശേഷം ഇതുപോലൊരു കേസ് ഫയൽ ചെയ്തത്? അതിന് കാരണമുണ്ട്. ഇയാളുടെ കുടുംബജീവിതത്തിൽ നിന്ന് അയാളുടെ ഭാര്യ പോയത് ഞാൻ കാരണമാണെന്ന് അയാൾക്ക് തോന്നി. ഇയാള് അതിനുശേഷം എന്നെ ഭീഷണിപ്പെടുത്തി. ഓഹോ. ഇനി എന്റെ വീട്ടിലേക്ക് വരില്ലെന്നും എന്റെ കുഞ്ഞിന് ചെലവിന് കൊടുക്കില്ലെന്നും പറഞ്ഞു. എന്ന് മാത്രമല്ല, എന്നെ കൊന്നുകളയുമെന്ന് ഇയാൾ അവസാനമായിട്ട് കണ്ടപ്പോ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ കേസ് ഫയൽ ചെയ്തത്. മേഘനാഥൻ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് അയാളുടേതല്ലെന്നാ. അത് വിഷമത്തോടെ സാർ ഞാൻ കേട്ടിരുന്നത്. ഏതൊരു പെൺകുട്ടിയായാലും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. എനിക്ക് നെഞ്ചി തൊട്ട് സത്യം ചെയ്ത് പറയാൻ സാധിക്കും സാർ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാഥനാണെന്ന്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? കുഞ്ഞ് ജനിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ മേഘനാഥനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് നിങ്ങളുടെ കുഞ്ഞ് മേഘനാഥന്റേതല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ഒരിക്കലും അല്ല സർ. അത് കുറച്ച് മനസാക്ഷി ഉണ്ടായി പോയതുകൊണ്ടാ. അയാളുടെ ജീവിതം തകരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാ. പക്ഷേ അയാളുടെ കല്യാണം കഴിഞ്ഞപ്പോ അയാളുടെ ദാമ്പത്യം തകരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ ഒളിഞ്ഞും തെളിഞ്ഞും അയാൾക്കൊരു കാമുകിയുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും നിങ്ങൾ അയാളുടെ ഭാര്യയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് പോകാം. യുവർ ഓണർ, ഇത് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ട് കോടതികൾ പ്രതികരിക്കുന്നത് കൊണ്ട് വലിയ വലിയ നഷ്ടപരിഹാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും ആൺകുട്ടികളോടുള്ള പ്രതികാരം തീർക്കാനും അവരിങ്ങ് കോടതിയിലെത്തും. അല്ലെങ്കിൽ പലരും അവരെ അതിനായി പ്രേരിപ്പിക്കും. അങ്ങനെയാണ് മാനസ എന്ന പെൺകുട്ടിയും ഇപ്പോ ഈ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്റെ കക്ഷിയുടെ ദാമ്പത്യ ജീവിതം ഈ പെൺകുട്ടി തകർത്തു. ഇനി അയാളെ ജയിലിൽ കൂടെ പറഞ്ഞുവിടണം. അതിലുപരി ആ കുട്ടി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അവർക്കും അന്യന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനും എന്റെ കക്ഷി കൊടുക്കണം. ഇതാണ് അവരുടെ മനസ്സിലിരിപ്പ്. ആയതിനാൽ ആ പെൺകുട്ടിയുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കി സ്വന്തം ദാമ്പത്യ ജീവിതം തകർന്ന എന്റെ കക്ഷിക്ക് നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ? യെസ് യുവർ ഓണർ.
യെസ് പ്രൊസീഡ്. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അപ്പച്ചിയുടെ മകളും മുറപ്പെണ്ണും മുൻ ഭാര്യയുമായ മഞ്ജുവിനെ വിസ്തരിച്ചാൽ കൊള്ളാം. കമലേശ്വരത്ത് ദുർഗാ വിശ്വനാഥിന്റെ മകൾ മഞ്ജു. നിങ്ങൾ മേഘനാഥന്റെ മുറപ്പെണ്ണാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു അല്ലേ? പിന്നീട് വിവാഹം കഴിയുന്നതുവരെ മഞ്ജുവിന്റെ മനസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? അതെ. കോളേജ് ക്യാമ്പസിൽ പോലും മറ്റു പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. എന്നുവെച്ചാ സ്വന്തം മുറച്ചെറുക്കനെ മനസ്സിലിട്ടുകൊണ്ടാണ് വിവാഹം കഴിയുന്നതുവരെ മഞ്ജു ജീവിച്ചത് അല്ലേ? 100% സത്യമാണ്. പിന്നെ എന്നു മുതലാ നിങ്ങൾ തമ്മിൽ ചെറിയ തെറ്റലുണ്ടായത്? എന്റെ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. എന്റെ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞ ശേഷം ഏട്ടത്തി അമ്മയെ മറിഞ്ഞു നടക്കുമായിരുന്നു ഇയാള്. ഓഹോ, അതെന്തിനാ? ഏട്ടനെ ഏട്ടത്തി അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏട്ടത്തി അമ്മയോട് ഇയാള് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അന്ന് ഏട്ടത്തി അമ്മ ഇയാളുടെ കരണത്തടിച്ചിട്ടുമുണ്ട്. സർ, അത് വെറുതെ ഉണ്ടാക്കിയ കഥയാണ് സർ. തനിക്ക് പറയാനുള്ള സമയം തരുമ്പോൾ മാത്രം താൻ പറഞ്ഞാൽ മതി. അല്ലാത്തപ്പോ പറയുന്നത് കേട്ടോണ്ട് മര്യാദയ്ക്ക് നിന്നോളണം. യെസ്, കണ്ടിന്യൂ. അയാൾ പറഞ്ഞതുപോലെ അത് ചിലപ്പോ വെറുതെ ആയിക്കൂടെ? അങ്ങനെയെങ്കിൽ ഏട്ടത്തിക്ക് മുഖം കൊടുക്കാതെ ഇയാള് നടന്നത് എന്തിനാണ് സാർ? എന്റെ ഏട്ടൻ ഏട്ടത്തി അമ്മയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞിട്ടാ ഇയാൾ ഏട്ടത്തി അമ്മയെ കാണുന്നേ. അന്നു മുതലാണോ മഞ്ജു ഇയാളെ സംശയിച്ചു തുടങ്ങിയത്? ഒരിക്കലുമല്ല. അന്ന് ഞാൻ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ഏട്ടത്തി അമ്മയാ സംശയിച്ചത്. എന്നാൽ അതിനുശേഷമാ ഇയാൾക്ക് വിവാഹത്തിന് മുമ്പേ മറ്റു പല ബന്ധങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അത് വെറുമൊരു ആരോപണം മാത്രം ആയിക്കൂടെ? മാനസ എന്ന പെൺകുട്ടിയായിട്ടുള്ള ഇയാളുടെ ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നപ്പോ അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി ആരോ ശ്രമിച്ചതാണെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞത്. എന്നാ പിന്നീട് ഇതേ മാനസയുടെ വീട്ടിലേക്ക് ഇയാൾ പോവുകയും മാനസയിൽ ഇയാൾക്കുണ്ടായ കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്യുന്നത് ഞാൻ നേരിൽ കണ്ടപ്പോഴാ ആ ഫോട്ടോയിൽ സത്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാളുമായിട്ട് ബന്ധമുള്ള മറ്റു പല പെൺകുട്ടികളെയും ഞാൻ വിളിച്ചു. അവർക്ക് എല്ലാവർക്കും ചതി പറ്റിയിട്ടുണ്ട്. എന്റെ ഏട്ടനാ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. എന്റെ ഏട്ടന്റെ തണല്ല ഇയാൾ ജീവിച്ചത്. എന്നാ ഇയാളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഏട്ടൻ ഇയാളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ടും ഇയാൾ എന്നെ വിവാഹം കഴിച്ചത് ഞങ്ങളുടെ കുടുംബത്തിലെ സ്വത്ത് കണ്ടിട്ട് മാത്രമാ. ഞാൻ ആ തറവാട്ടിലെ അംഗമായതുകൊണ്ട് ഒരു വിഹിതം എന്റെ ഏട്ടൻ എനിക്ക് തരാൻ സാധ്യതയുണ്ട്. അതില് കണ്ണു നട്ട ഇയാൾ എന്നെ ഭാര്യയായിട്ട് നിലനിർത്തിയത്. ഇന്ന് ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് സാർ. എന്നിട്ടും ഇയാൾ എന്നെ വീണ്ടും ഇയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. നാളെ ഞാൻ മുഖാന്തരം ഇയാൾക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സമ്പത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. മഞ്ജുവിന് പോവാം.
ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. താൻ ഒരുപാട് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അവർക്ക് സ്വന്തമായതൊക്കെ കവർന്നെടുത്തിട്ടുണ്ട്. അതിലാർക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നറിയില്ല. എന്നാൽ മാനസയുടെ മകൻ അപ്പു എന്ന് വിളിപ്പേരുള്ള റോഹന്റെ അച്ഛൻ നിങ്ങളാണെന്ന് മാനസ എന്ന പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് സത്യമല്ല. മറ്റാരുടെ കുഞ്ഞിനെ മാനസ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഈ മാനസയെ തനിക്ക് പരിചയമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? പരിചയമുണ്ട്, പക്ഷെ അതിനപ്പുറം ആ ബന്ധം വളർന്നിട്ടില്ല. എങ്ങനെയാണ് മാനസയായിട്ടുള്ള പരിചയം? കള്ളം പറയുന്നവർക്കാണ് ഇതുപോലെ പതർച്ച ഉണ്ടാവുന്നത്. എനിക്കൊരു പതർച്ചയില്ല. ഞാനാണ് കമലേശ്വരൻ ജ്വല്ലറി നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് സ്വർണം വാങ്ങാൻ ഈ മാനസ അവിടെ വന്നിട്ടുണ്ട്. സർ, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം ഞങ്ങളുടെ പരിചയക്കാരാണ്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും സൗഹൃദം സൂക്ഷിക്കാറുണ്ട്. അത്ര പരിചയമേ ഈ പറയുന്ന മാനസായിട്ട് തനിക്കുള്ളൂ അല്ലേ? ആ, അതെ. ഓക്കെ, യുവർ ഓണർ, മാനസയും മേഘനും തമ്മിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. യുവർ ഓണർ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരാളെ മറ്റൊരാളുമായി കൂട്ടിച്ചേർക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച ഫോട്ടോകളൊക്കെ ഒറിജിനൽ തന്നെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, ജീവൻ ഇല്ലാത്ത ഫോട്ടോയെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ ജീവനുള്ള മാനസയുടെ കുഞ്ഞിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ ഡിഫൻസ് വക്കീലെ? മാനസയുടെ കുഞ്ഞ് മേഘനാഥന്റെ കുഞ്ഞല്ലെന്ന് എന്റെ കക്ഷി പറഞ്ഞു കഴിഞ്ഞു. കേവലം ഇയാളുടെ പറച്ചിലുകൊണ്ട് മാഞ്ഞു പോകുന്നതാണോ രക്തബന്ധം? യുവർ ഓണർ, ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ ബാലിശമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇത്തരം കേസുകൾ കോടതിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന്. എന്നിട്ടും അദ്ദേഹം പ്രതിയെ വെളുപ്പിക്കാൻ നോക്കുവാണ്. യുവർ ഓണർ, ഇങ്ങനൊരു നിമിഷം, ഇതുപോലൊരു മുഹൂർത്തം കോടതിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട മേഘനാഥന്റെ മുടിനാരിഴകൾ ഇയാളുടെ മകനാണെന്ന് പറയുന്ന അപ്പുവിന്റെ മുടിനാരിഴയും വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ കോടതിക്ക് മുമ്പിൽ മാനസയുടെ കുട്ടി ഇയാളുടെ ചോരയാണെന്ന് നിസ്സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ടെസ്റ്റ് റിസൾട്ട് ഇതിലുണ്ട് സർ. ഇത് കോടതിക്ക് നിസ്സംശയം പരിശോധിക്കാം. പ്രതി ജീവിതം നശിപ്പിച്ച പല പെൺകുട്ടികളുണ്ട്. എന്നാൽ മാനസ മാത്രമാണ് ഇയാൾക്കെതിരെ കേസുമായി മുന്നോട്ട് വന്നത്. എന്റെ കക്ഷിക്ക് നീതി കിട്ടണം യുവർ ഓണർ. വിവാഹത്തിന് മുമ്പ് പ്രതി സ്നേഹിച്ച് വശത്താക്കി കൂടെ കൊണ്ടു നടന്നിട്ട് മാനസിക്കൊരു കുഞ്ഞ് ജനിച്ച ശേഷം അവളെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിച്ച കൂട്ടത്തിലാണ് ഇയാൾ. എന്റെ കക്ഷിക്ക് മേഘൻ എന്ന പ്രതിയെ കോടതി ശിക്ഷിക്കണമെന്നോ ജയിലിൽ കിടത്തണമെന്നോ ഇപ്പോഴും ആഗ്രഹമില്ല. എന്നാൽ അവർക്ക് നീതി കിട്ടണമെന്ന്
അവർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.